ഹലോ. നമ്മൾ ലൈനിങ് ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് നമ്മൾ മറിച്ചിടാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ എൻ്റെ ഭാഗം ഇതുപോലെ കരഭാഗം മടക്കിയടിച്ച് നമ്മൾ ഇതുപോലെ മറിച്ചിട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ലൈനിങ് ചുരിദാറുമായിട്ട് നമ്മൾ ഈ ഒരു എൻ്റെ വശം നമ്മൾ ഒട്ടി നിൽക്കാൻ വേണ്ടി നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാറാണല്ലേ പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ടൈമാണ് നമുക്ക് വേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ അതിനുള്ളൊരു അടിപൊളി ടിപ്സുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ലൈനിങ് ചുരിദാറുമായിട്ട് ഹെമ്മിങ് ചെയ്യാതെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ തുണിക്കകത്ത് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എൻഡ് വശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എൻഡ് വശം ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇത് ക്യാൻവാസിൻ്റെ സൈഡെല്ലാം നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സൈഡ് ചേർന്ന് സ്റ്റിച്ച് കട്ടായി പോകാത്ത രീതിയിൽ എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവില്ല എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത് ക്യാൻവാസിൻ്റെ കരഭാഗം മടക്കി അടിച്ചത് എക്സ്ട്രാ വരുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് കട്ടായി പോകാത്ത രീതി സ്റ്റിച്ച് ചേർന്ന് നമ്മളിതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് എങ്ങനെയാണ് ലൈനിങ് ചുരിദാറായിട്ട് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഹെമ്മിങ് കൂടാതെ തന്നെ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ലൈനിങ്ങുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പീസ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല പോലെ വിരിച്ച് വെച്ച് കൊടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ സാധാരണ നമ്മൾ ലൈനിങ് വെക്കുന്ന പോലെ തന്നെ ഇനി നമുക്ക് ലൈനിങ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല പോലെ വിരിച്ച് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ പീസിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ലൈനിങ് സാധാരണ വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ടോപ്പ് ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ബാക്കി ഭാഗമൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫുൾ വർക്ക് നെക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ടോപ്പ് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കണ്ടോ, ടോപ്പ് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ടോപ്പ് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നെക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സൈഡ് അറ്റാച്ച് ചെയ്യരുത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്ത് ആദ്യം തന്നെ ടോപ്പിലൊരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ റിഗാളിൻ്റെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റ് ചെയ്തൊരു പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സെക്യൂർ ആക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം സെക്യൂർ ആക്കി വെക്കുക. കാരണം നമ്മൾ സൈഡ് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്യാതെ നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു ലൈനിങ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അത് മാറിപ്പോയാൽ എല്ലാം കുളമാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെക്യൂർ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു പിന്നെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസിന് നല്ല വശം മുകളിലേക്ക് ആക്കി വെക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാൻവാസിൻ്റെ ഷീറ്റ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ എൻഡിലൂടെ നമുക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഇന്നർ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ നെക്കിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കേട്ടോ. കറക്റ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഇന്നറിലൂടെ നമ്മൾ നെക്കിന് ഷേപ്പ് ഏതാണോ അതേ ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്കൊക്കെ വെക്കുന്ന സമയത്ത് സെൻറ്റർ മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നേരെ ക്യാൻവാസ് ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഏത് ഷേപ്പിലാണോ അതേ ഷേപ്പിൽ തന്നെ ചെറിയൊരു തയ്യൽ തുമ്പ് വിട്ട ശേഷം ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏത് ഷേപ്പിൽ നെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ ഭാഗം ചെറിയൊരു തയ്യൽ തുമ്പിട്ട് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കോൺ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കോൺ വരുന്ന ഭാഗത്ത് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് കട്ടിങ് ലെസ്സം കുറക്കാവുന്നതാണ്. ഇതുപോലെ കർവായിട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് കുറച്ചിട്ട് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറിച്ചിടുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ് അധികം വേണമെന്നില്ല. പക്ഷേ കർവായിട്ട് വരുന്ന ഭാഗം കോൺ വരുന്ന ഭാഗത്തൊക്കെ കട്ടിങ് നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ക്യാൻവാസ് നേരെ തുണിയുടെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നേരെ ഫ്രണ്ട് വശത്തേക്ക് വരിക. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കോൺ വശം അതുപോലെ കർവായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം. ഓക്കെ.
ഇപ്പോൾ നിങ്ങളുടെ നെക്ക് ഷേപ്പ് ഏതാണോ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് നിങ്ങൾ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ നെക്കിന് കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നെക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് പീസ് നമുക്ക് ഇതുപോലെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഒന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മൾ നെക്ക് ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം നമ്മൾ വേറെ ടിപ്സാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അതാണ് ഇനി ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നെക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലൈനിങ് ഒരു സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല, ആകെ ടോപ്പിൽ മാത്രം ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. സൈഡെല്ലാം നമ്മൾ ഫ്രീ ആണ്, എവിടെയും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയാണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച ഈ ഒരു തുണി നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ചുറ്റിൽ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കും. അപ്പോൾ അതിന് ഒരുപാട് ടൈമാണ് നമുക്ക് വേസ്റ്റ് ആയി പോവുക. ഓക്കെ, അതിന് പകരം നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കറക്റ്റായിട്ട് നല്ലപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ടർ സൈഡ് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ടർ സൈഡ് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചോക്ക് വെച്ച് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ അയൺ ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചുളിവൊന്നും കൂടാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഔട്ടർ സൈഡത്തെ ലൈൻ ഉണ്ടല്ലേ, ഈ ഒരു ലൈന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചോക്ക് വെച്ച് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഇതുപോലത്തെ ഒരു റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നെക്കിന് ഏത് ഷേപ്പിലാണ് നമ്മൾ ക്യാൻവാസ് വെട്ടിയിരിക്കുന്നത്, അപ്പോൾ അതേ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ 1-2 സ്ഥലത്ത് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 1-2 സ്ഥലത്ത് നമുക്ക് ഒന്ന് ഇവിടെ വരച്ചു, അതുപോലെ ഇവിടെ ഒന്ന് വരച്ചു, അതുപോലെ താഴെ ഒന്ന് വരക്കുക, സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു, അതുപോലെ സൈഡിലേക്ക് ഓരോന്ന് വരച്ചു. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൈൻസ് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോയിൽ പറയുന്നത്, നമ്മൾ സ്പീഡാക്കാതെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് മാറ്റി വെക്കുക. ഫ്രണ്ട് പീസ് മാറ്റി വെച്ച ശേഷം നമ്മൾ ലൈനിങ്ങുമായിട്ട് ഇത് കറക്റ്റ് ചെയ്ത് നമ്മൾ നേരത്തെ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈന് ചുറ്റിലും കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ ഓരോ ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഓരോ ലൈന് കറക്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ, അപ്പോൾ ഇതുപോലെ നീങ്ങി പോകാൻ പാടില്ല കേട്ടോ, ഇതുപോലെ നീങ്ങി പോകരുത്. കറക്റ്റായിട്ട് ആ ഒരു ലൈന് ഈ ഒരു വര ഉണ്ടോ, ഈ 2 വര ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇനി അടുത്ത ലൈൻ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, 2 ലൈനും ഒരേ ലൈനിൽ വരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നെക്കും ലൈനിങ്ങും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് റെഡിയാണോ നോക്കുക. അതുപോലെ നമ്മൾ ഈ ഓരോ ലൈനും നമ്മൾ വരച്ചു കൊടുത്ത ഓരോ ലൈനും സെയിം ആയിട്ട് ഒരേ പോയിന്റിൽ വരുന്നില്ലേ നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലൈനിങ്ങും ഈ ഒരു ക്യാൻവാസ് നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, ഇതുപോലെ ഓരോ ലൈനും നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്ന രീതി തന്നെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കണം. എന്തായാലും നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നെക്ക് ലൈനിങ്ങിനകത്ത് അറ്റാച്ച് ആയി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ റൗണ്ടും അതുപോലെ ലൈൻസ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രത്യേകം സ്ലോ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്, കാരണം നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും തോന്നരുത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ മാറ്റി വെച്ചു. ഫ്രണ്ട് പീസ് അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചു, ലൈനിങ്ങും നെക്കും മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വരച്ച റൗണ്ട് ഉണ്ട്, റൗണ്ടിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഈ 2 ലൈനും ഒരേ പോയിന്റിലാണോ നിൽക്കുന്നത് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ടോപ്പിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് സമയമാണ് നമ്മൾ വേസ്റ്റ് ആയി പോവുക. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ഒരു ടിപ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ താഴോട്ടേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ താഴെ വരച്ച ലൈൻസ് കറക്റ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നോക്കിയിട്ട് തന്നെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ലൈനിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ലൈന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ നീങ്ങിപ്പോയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മുടെ ലൈനിങ്ങും നെക്കും തമ്മിൽ മാറ്റം വന്നിട്ടുണ്ട്, അത് നീങ്ങിപ്പോയിട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ അയൺ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വെച്ച ശേഷം നമ്മൾ ലൈന് വരച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ലൈനിൽ നിന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഒന്നും നോക്കാണ്ട് ധൈര്യമായിട്ട് ഈസി ആയിട്ട് ആ ഒരു ലൈന് മാത്രം നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുത്താൽ മതി.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാറിപ്പോകുമോ എന്നുള്ളൊരു പേടി കൂടാണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ലൈനിങ്ങും നെക്കും നമ്മൾ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പെർഫെക്ഷൻ പോയി പോകുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കുറേ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, ഈസി ആയിട്ട് വർക്ക് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ദേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ റൗണ്ടും അതുപോലെ നമ്മൾ വരച്ച ലൈനും കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ളായിട്ട് തുണിയുടെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്യാൻവാസിൻ്റെ തുണിയുടെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പീസ് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ആ ഒരു ലൈനിങ്ങുമായിട്ട് നല്ല അടിപൊളിയായിട്ട് അറ്റാച്ച് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് ഒന്നും ചുളിഞ്ഞ് പോകാതെ തന്നെ കറക്റ്റായിട്ട് കണ്ടോ ഇതുപോലെ നമ്മുടെ മെയിൻ പീസ് അറ്റാച്ച് ആകാത്ത രീതിയിൽ എന്നാലാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാൻവാസ് ലൈനിങ്ങുമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹമ്മിങ് ചെയ്ത് ഒത്തിരി ടൈം ഇനി പോവില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ എൻഡ് സൈഡൊക്കെ നമുക്കിനി അതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ നെക്കിൻ്റെ കാര്യത്തിൽ ഇനി ഒരു ഡൗട്ടും വേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട്. ഹെമ്മിങ് ആണ് ചെയ്യുന്നതെങ്കിൽ കുറേ ടൈമും പോവും, അതുപോലെ എത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ നെക്ക് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ ബാക്കി പോർഷനെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് മെയിൻ പീസിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒത്തിരി ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാം. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.